എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സ് റയൽ മാഡ്രിഡ് മത്സരത്തെ കുറിച്ചിട്ടാണ്. മറ്റേതുമല്ല, റൗണ്ട് ഓഫ് 16 പോരാട്ടാണ്. UCL റൗണ്ട് ഓഫ് 16. പേഴ്സണലി ഞാൻ ആ ഒരു ഡ്രോ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ലെവർകൂസനെ ഓപ്പോണൻ്റായി കിട്ടാനാണ്. പക്ഷേ എൻ്റെ ആഗ്രഹത്തിന് എപ്പോഴും വിപരീതമായിട്ട് നടക്കണമായിരിക്കും തന്നെ ആ ഒരു ഡ്രോയിലും നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിനെ തന്നെ ഫേവറേറ്റ് ആയിട്ട് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ അങ്ങനെ ഭയക്കാനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് റയലിനെ തോൽപ്പിക്കുന്നില്ല അല്ല, അത്ലറ്റിക്കോ മാഡ്രിഡിനോട് റയലിന് ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു ഡ്രോ ഒക്കെ ഈ ഒരു സീസണിൽ 2 മത്സരം ഓൾറെഡി അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് റയൽ കളിച്ചു കഴിഞ്ഞു. ആ 2 മത്സരത്തിലും ഡ്രോയിലാണ് ഈ ഒരു പോര് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു മത്സരമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മത്സരം ഇനി ഈ ഒരു റൗണ്ട് ഓഫ് 16 2 തവണ നടക്കും. അതിലുപരി കോപ്പ ഡെൽ റേയിൽ നമുക്ക് കാണാനുണ്ട്. അങ്ങനത്തെ ചിലപ്പോൾ കോപ്പ ഡെൽ റേയിൽ ഇനിയിപ്പോൾ ആ ഒരു സെമി ഫൈനൽ കഴിയുമ്പോൾ ഒരു ഡ്രോയിലാണ്, ബാഴ്സന്റെ ഹോം ഗ്രൗണ്ടിൽ ആ ഡ്രോയിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ റയൽ മാഡ്രിഡാണ് ലീഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ബാഴ്സനോട് മെട്രോപൊളിറ്റാനോട് ജയിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കോപ്പ ഡെൽ റേന്റെ ഫൈനൽ മേ ബി ഒരു മാഡ്രിഡ് ഡെർബി ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉള്ളൊരു സീസണാണിത്. കുറെ മാഡ്രിഡ് ഡെർബി കാണാൻ ചാൻസ് ഉള്ള ഒരു സീസണാണ്. ഇപ്പോൾ ഓൾറെഡി 2 നടന്നു. ഇനി 2 ചാമ്പ്യൻസ് ലീഗ് നടക്കും. അത് കൂടാതെ ഒന്ന് ചിലപ്പോൾ അവിടെയും നടക്കും. അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ടീമിന്റെ ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിന്റെ ആ ഒരു ഫോം എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഒരു ഗ്രാഫ് പൊന്തിയും താന്നും പൊന്തി അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സംഗതി തന്നെയാണ്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അവസാനത്തെ ഒരു 4 കളി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരാജയം പോലും ഇല്ല. ഇൻക്ലൂഡിങ് ബാഴ്സനോടൊക്കെ ഒരു ഇതിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരം അത്ലറ്റിക് ക്ലബിനോട് ജയിക്കാൻ, 4ാം സ്ഥാനത്തുള്ള അത്ലറ്റിക് ക്ലബിനോട് ജയിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത്. ബാഴ്സയ്ക്ക് ഒരു ഗെയിമിംഗ് ഹാൻഡ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്ന ടൈമിൽ 1ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അങ്ങനത്തെ ഒരു ടീമാണ്. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഭാഗത്തുള്ള അഡ്വാൻറ്റേജ് മാത്രമാണ്. ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും സാന്റിയാഗോ ബെർണാബ്യൂവിലാണ് കളി എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രോപൊളിറ്റാനോട് കളിച്ചിട്ട് ശേഷം സാന്റിയാഗോ ബെർണാബ്യൂവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം റയലിന് കാര്യങ്ങൾ സിമ്പിളായിരുന്നു. പക്ഷേ ഇത് തിരിച്ചാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ബെർണാബ്യൂവിലാണ് കളി. ബെർണാബ്യൂവിൽ 2 ഗോളോ 3 ഗോളോ അടിക്കാൻ കഴിഞ്ഞാൽ മേ ബി റയൽ മാഡ്രിഡിന് അത് ഒരു അഡ്വാൻറ്റേജ് ആവും. പിന്നെ മെട്രോപൊളിറ്റാനോ പോയിങ്ങാണ്ട് ഇതാകേണ്ടതില്ല. അപ്പോൾ ആദ്യ പാദം നടക്കുന്നത് സാന്റിയാഗോ ബെർണാബ്യൂവിലാണ്. സാന്റിയാഗോ ബെർണാബ്യൂവിൽ വെച്ചുകൊണ്ട് റയലിന് 2 ഗോളിൻ്റെ ലീഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 or 3 ഗോളിൻ്റെ ലീഡ്, 1 ഗോളിൻ്റെ ലീഡൊന്നും നമ്മൾ ഇതാക്കുന്നില്ല. പക്ഷെ 2 ഗോളിൻ്റെ ലീഡൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേ ബി മെട്രോപൊളിറ്റാനിൽ പോയിങ്ങാണ്ട് സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ നീങ്ങും. പക്ഷെ 1 ഗോളിൻ്റെ ലീഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി അവിടുന്ന് ആ ഒരു സെക്കൻഡ് ലെഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് തിരിച്ചടിക്കാന്നുണ്ടെങ്കിൽ സംഭവം കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റത്തെ ഒരു മാഡ്രിഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഗോൾ വന്നിട്ടുണ്ട്. ഈ ഒരു റയൽ മാഡ്രിഡിന്റെ പോസ്റ്റിലേക്ക് ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഗോൾ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ബാഴ്സ vs അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മത്സരം നോക്കുകയാണെങ്കിൽ ആദ്യ 10 മിനിറ്റിനുള്ളിൽ 2 ഗോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഭൂരിഭാഗം ഗോളുകളും വരുന്നത് ഫസ്റ്റ് ഹാഫിലാണെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ അവർ സെക്കൻഡ് ഹാഫിൽ ഗോൾ അടിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു ബാഴ്സനെതിരെയുള്ള കളിയിൽ ലാസ്റ്റ് മിനിറ്റിലാണ് ആ ഡ്രോക്കിൽ ആ ഒരു ഗോൾ സോളത്ത് അടിക്കുന്നത്. അങ്ങനത്തെ ഒരു പിന്നെ ആ ഒരു സോളത്ത് എന്ന് പറയുന്ന അവരുടെ സ്ട്രൈക്കർ ആ ഒരു സൂപ്പർ സബായിട്ടാണ് ഇറങ്ങുന്നത് തോന്നുന്നു. ആ ഒരു സ്ട്രൈക്കർ എന്ന് പറയുന്നത് റയൽ മാഡ്രിഡിനെതിരെ നല്ലൊരു സ്റ്റാറ്റ്സ് ഉള്ള പ്ലെയറാണ്. അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനപ്പ് മാറ്റുക എന്നുള്ളതാണ്. അതിൽ അഡ്വാൻറ്റേജ് അല്ല. ഇങ്ങനെ ആൻസലോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മേ ബി നല്ല രീതിയിൽ തന്നെ ആ ഒരു റൗണ്ട് ഓഫ് 16 കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് കോർട്ടോയ്സിനോ ലൂനിനോ രണ്ട് ഗോൾ കീപ്പർ ആരും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. കാരണം രണ്ടും നല്ല ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. മെയിൻ ആയിട്ട് മാറ്റം വരുത്തേണ്ട സംഭവം എന്ന് പറയുന്നത് ഡിഫൻസ് ആണ്. ഡിഫൻസിൽ അലബ പ്ലസ് റൂഡിഗർ എന്നുള്ളത് ഫസ്റ്റ് 11 മാറ്റിയിരിക്കുന്നത് അസെൻസിയോ പ്ലസ് റൂഡിഗർ ആണ്. അതുപോലെ തന്നെ അലബനെ വേണമെങ്കിൽ ലെഫ്റ്റ് ബാക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഒരു പരീക്ഷണമായിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അലബനെ സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുവരാം, അങ്ങനെ ചെയ്യാം. പിന്നുള്ളത് വാസ്കസിന് ഫസ്റ്റ് 11 സ്ഥാനം ഒഴിവാക്കിയാണ്ട് അവിടെ ഒന്നല്ലാന്നുണ്ടെങ്കിൽ അലബനെ സെൻറ്റർ ബാക്ക് കിട്ടുകയാണ്, ഈ അസെൻസിയോനെ റൈറ്റ് ബാക്കിലേക്ക് കളിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വാൽവർദ്ധനെ അവിടെ റൈറ്റ് ബാക്കിൽ കളിപ്പിച്ചിട്ട് ചോമനി കാമവിങ്കനെയൊക്കെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് കൊടുക്കുക. ബാക്കി അറ്റാക്കിങ്ങിലൊക്കെ എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താം. പക്ഷേ ഈ ഡിഫൻസ് ഇതേമാതിരി കാണുന്നുണ്ടെങ്കിൽ ഏകദേശമൊക്കെ സംഭവം സോളിഡായിട്ട് നിൽക്കും. നമ്മൾ പല കളിയിലും കണ്ടതാണ്. അസെൻസിയോ വരുമ്പോൾ ഒന്നും കൂടി നല്ലൊരു സോളിഡാണ് ഡിഫൻസ്. പെട്ടെന്ന് അങ്ങോട്ട് ആടണില്ല. അത് കളി കാണുന്നവർക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ
ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതായത് അസൻസി ഒരു സ്റ്റാർട്ട് അർഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മാഡ്രിഡ് ഡെർബിയിൽ എന്തായാലും അലബയും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ആ ഒരു റൈറ്റ് ബാക്ക് അത് വാസ്കസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിനെ ലീഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇതൊക്കെയാണ് എനിക്കൊരു ഇതിൽ പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റ് ടൈം ഒരു ഗോളിൻ്റെ ലീഡ് എടുക്കാൻ റയൽ മാഡ്രിഡിന് 2 ഗോളിൻ്റെ ലീഡ് എടുക്കാൻ റയലിന് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലെഗ് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ബെർണാബിയിൽ വെച്ചിങ്ങാണ്ട് ഒരു ഗോളിൻ്റെ ലീഡോ അല്ലാന്നുണ്ടെങ്കിൽ 1-1 ഡ്രോ ഒക്കെ കൊണ്ടുങ്ങാണ്ട് മെട്രോപൊളിറ്റാനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ പോയ വഴി തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരാമെന്നല്ലേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ അവസാനത്തെ റിയൽ ബെറ്റീസിനോട് മത്സരമൊക്കെ കളി കണ്ടാൽ മനസ്സിലാവും അത്രയും മോശം ഫോമിലാണ്. നല്ല ഒരു കളിയെ കളിച്ചിട്ടില്ല. ബെറ്റീസിനോടുള്ള കളിയൊക്കെ കളിച്ചാൽ അതെന്തായാലും ഫസ്റ്റ് ലെഗ് തന്നെ നമുക്ക് ഉറപ്പിക്കാം. 3 ഗോളിനൊക്കെ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ചാൽ പോകുന്നത് ഫസ്റ്റ് ലെഗ് തന്നെ. അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ ഉറപ്പിക്കാറായാലും ഈ ഒരു കോമ്പറ്റീഷൻ ഔട്ടായി എന്നുള്ളത്. എല്ലാ റൗണ്ട് ഓഫ് 16ലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് 16 RB ലൈപ്സിങ്ങിനോടായി. അന്നൊരു ഇബ്രാഹിം ഡിയാസിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ മികവ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പറ്റീഷനെ ഔട്ടാകേണ്ടി റയൽ മാഡ്രിഡ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലേക്ക് ഓക്കെ.